Hello friends, we are again. It's me, Julian, Raju, and it's JVR. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പ്രാവശ്യം ഞങ്ങൾ സൺഡേ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്നയക്കണം അല്ലേ, ഒരു ചേഞ്ച്. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു. ഇവിടെ വീടിനടുത്ത് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്താൽ വെച്ചു. ഓക്കെ, എന്നാൽ പിന്നെ നേരിൽ ഡയറക്റ്റ് ലൈവ് ആയിക്കോട്ടെ എന്ന് വെച്ചത്. അതെ, ഇത് സാധാരണ ദോശയല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ദോശയല്ലേ ഉണ്ടാക്കുക. നമ്മുടെ നാട്ടിൽ മസാല ദോശ ഉണ്ടാക്കും, പിന്നെ റവ ദോശ ഇപ്പോൾ നമ്മൾ നല്ലോണം കേട്ടിട്ടുണ്ട് അല്ലേ. റവ ദോശ നല്ല രസമാട്ടോ. ഇങ്ങനെ കോരി അങ്ങോട്ട് ഒഴിക്കുമ്പോഴേക്കും ഇത് ഇവരിങ്ങനെ നന്നായിട്ട് ഇതേപോലെ കണ്ടോ പരത്തിയെടുത്ത് നല്ല നൈസായിട്ട് അവരുടെ സ്പീഡ് കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ നന്നായിട്ട് അത് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുരിച്ചെടുക്കുമ്പോൾ അവർ അതിൻ്റെ മേലെ ബട്ടർ കോരി ഒഴിക്കുക തന്നെയാണ് ശരിക്ക്. കാരണം നമ്മളത് എത്രയും കുറവാക്കുന്നവർ അവർ അത്രയും നന്നായിട്ട് അതിടും. പിന്നെ ഇതിടുന്നത് ശരിക്കും ഇത് ഉപ്മാവാണ് കേട്ടോ. ഇത് ഉപ്മാവാണ്. ഉപ്മാവാണ്. പിന്നെ അത് അവർ അതിൻ്റെ മേലെ സ്പൈസസ് ഇടും. അങ്ങനെ പിന്നെ മല്ലിയില, പിന്നെ ഉള്ളി മുറിച്ചത്, തക്കാളി ഉണ്ടോ, ഇതേപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇടും. പിന്നെ ഗൺ പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു അക്സെപ്റ്റബിൾ അല്ല. കാരണം നമ്മളങ്ങനെ ഗൺ പൗഡർ ഇങ്ങനെ വെറുതെ ഇട്ട് കഴിക്കില്ലല്ലോ. നമുക്ക് ഗൺ പൗഡർ എപ്പോഴും വെളിച്ചെണ്ണയുടെ കൂടെ വരുന്നതാണ് എനിക്കിഷ്ടം. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നു. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ പൗഡർ ഇങ്ങനെ ഇട്ടിട്ട് അവരത് നന്നായിട്ട് പരത്തിയിട്ട് പിന്നെ അവർ ആ കട്ടിങ് കാണാനും നല്ല രസമാണ് കേട്ടോ. അത് റോൾ ചെയ്തെടുത്തതിൻ്റെ ശേഷം ആ കട്ടിങ് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താ പറയുക, അത് കൂടുതൽ ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഇത് ആ ഇങ്ങനെ ഇത് വരുന്നത്, എന്താ ഇങ്ങനെ മൊരിഞ്ഞ പോലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ നമുക്കൊരു അവർ അമ്മയും ആയി തോന്നും ഇങ്ങനെ. ഹലോ ഞാനിവിടെ ഉണ്ടേ. കുറേ നാളെ അറിയാം യൂട്യൂബിലൊക്കെ കയറിയിട്ട്. എന്നാലും നമ്മളൊന്ന് വിസിറ്റ് അടിക്കണ്ടേ. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സംഭവം ഓർഡർ ചെയ്ത് കേട്ടോ. അച്ഛൻ വെറുതെ റെക്കോർഡ് ചെയ്തേ ഉള്ളൂ. എന്നാലും എഫേർട്ടൊക്കെ അച്ഛൻ്റെ. അപ്പം ഞാനിപ്പം യൂട്യൂബിലകത്ത് ആക്റ്റീവ് ഒന്നല്ല അറിയാം. എന്താ ചെയ്യുക, എക്സാമല്ലേ. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എക്സാം നല്ലോണം ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഞാൻ എക്സാംസൊക്കെ കഴിഞ്ഞാൽ യൂട്യൂബിൽ ആക്റ്റീവ് ആവാം. പോരാത്തത് ഈ സാധനം എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി. ഓൾറെഡി നമ്മൾ ഒരു ദിവസം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും എൻജോയ് ചെയ്യൂ വീഡിയോ. ഓക്കെ, ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, വീഡിയോൻ്റെ റിവ്യൂ അച്ഛയാണ് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്യാം. ഓക്കെ, ഇതാണ് ദോശ, ഹൈദരാബാദി സ്പെഷ്യൽ ദോശ. റവ ദോശയാണ് ആക്ച്വലി ഇത് പറയുക. കഴിച്ചോക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഓൾറെഡി വീഡിയോ ഉണ്ട്. പക്ഷേ എന്താ ടേസ്റ്റ് നോക്കട്ടെ. ഇവിടെ ഇപ്പോൾ നോർമലി വന്നിട്ട് ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ സ്പൈസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കാരായിരിക്കും കേട്ടോ. ഞാൻ നോക്കട്ടെ, ഫസ്റ്റ് ടൈമാണ്. വെറുതെ ഒന്ന് കഴിച്ചോക്കാം ആദ്യം. എന്താ പറ്റി? ഇത് ക്രിസ്പിനെസ്, പിന്നെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, നിങ്ങൾ എരിവ് പിന്നെ കുരുമുളകിൻ്റെ ഒക്കെ ഭയങ്കരമാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ദോശ അത്ര ക്രിസ്പി അല്ല അല്ലേ. ഓരോ സ്റ്റേറ്റിന് ഓരോ ഇതുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല കേട്ടോ. അത് ഡിഫറെൻറ്റ്. കാരണം ഇതിൽ ഗീ ഒഴിക്കുന്നുണ്ട്. ജൂലിയ, നീ എന്താ കഴിച്ച? പൂരി കഴിച്ചില്ലേ? വെണ്ണ ഒഴിക്കുകയാണ്. പിന്നെ ഇതിൽ എന്താ പറയുക, റവ മിക്സ് ചെയ്തിട്ട് റവ ദോശ ഇതിൽ മിക്സ് ചെയ്തിലേക്ക് എന്താ പറയുക ഈ ദോശയുടെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ടുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഒരു ദോശയുണ്ട്. ഇതിനല്ലേ ഉപ്മാ ദോശ എന്ന് പറയുന്നവര്? ആ, ഉപ്മാ ദോശ, എക്സാക്ട്ലി. ടേസ്റ്റി. ഒരു വേറിട്ട് ടേസ്റ്റാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റ്. എന്താ പറയുക, ഡിഫറെൻറ്റ് ടേസ്റ്റാണത്. ഫ്രണ്ട്സ്, ഈ ദോശ ഉണ്ടല്ലോ, നമുക്കിതിൻ്റെ കൂടെ വേറെ ഒരു ചട്നിയോ വേറെ ഒരു സാധനം ആവശ്യമില്ല. വെറുതെ എങ്ങനെ കഴിക്കാം. റവ ദോശ എല്ലാം ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബട്ടർ ഇട്ട് ഉണ്ടാക്കും, പിന്നെ ഒന്ന് നമ്മുടെ ചീസ് ഇട്ട് ഉണ്ടാക്കാം. ചിലത് ബട്ടറും ചീസ് 2 ഇട്ടുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഒന്നും വേറെയാണ്. ഇതാണെങ്കിൽ വെറുതെ തിന്നാം. അങ്ങനെ ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് റിവ്യൂ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അണ്ടിൽ ദെൻ ബൈ.